ഹലോ, ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അനലൈസ് ദ പോർട്ടൽ ഫ്രെയിം ഷോൺ ഇൻ ദ ഫിഗർ ബൈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് ആൻഡ് ഡ്രോ BMD ആൻഡ് SFT. നെക്സ്റ്റ് ഒരു ത്രീ മെമ്പറുള്ളൊരു ഫ്രെയിമാണ്, പോർട്ടൽ ഫ്രെയിമാണ്. അതിൻ്റെ കേസിൽ രണ്ട് മെമ്പറിൻ്റെയും രണ്ട് കോളത്തിൻ്റെയും ലെങ്ത് ഈക്വലാണ്. അങ്ങനത്തെ ഒരു പോർട്ടൽ ഫ്രെയിമാണ്. അതിനകത്തൊരു ലാറ്ററൽ ഫോഴ്സ്, ഒരു 50 ഹോറിസോണ്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ജോയിൻറ്റ് ബിയിൽ. ഇതിനൊരു 100 kN ലോഡ് BCയുടെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ BCൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2I ആണ്, CDൻ്റെതും ABൻ്റെതും I ആണ്. ഓക്കെ, A എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടും D എന്ന് പറയുന്ന സപ്പോർട്ട് ഹിഞ്ച് സപ്പോർട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് ഓർഡർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ? ഫ്രെയിമിൻ്റെ കേസിൽ R-3 + 3A എന്നായിരുന്നു അല്ലേ? R-n + 3A എന്ന് പറയുന്നത് 3, R-n + 3A. 3A എന്ന് പറയുന്നത് 0 ആയിപ്പോൾ, സോ R-n വരും. ഓക്കെ, R എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ്. എത്രയാണ് ഇതിൻ്റെ കേസിൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് വരുന്നത്? 6 നമ്പർ ഓഫ് റിയാക്ഷൻസ്. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ടിൽ 3 ഉണ്ടാവും, ഹിഞ്ചാണ്, ഹിഞ്ചിൽ 2 ഉണ്ടാവും. സോ 3 + 2 5 വരും. അങ്ങനെ നമ്പർ ഓഫ് അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻ 5, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് n ആണ്, n = 3 വരും. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി = 5 - 3 ദാറ്റ് = 2 ആണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പോൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. 2 ആയിരിക്കും അതിന് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ 2/2 ആയിരിക്കും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2 ആയിരുന്നു അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആയതുകൊണ്ട് 2 ആയതുകൊണ്ട് എത്ര റിഡൻഡൻസ് ഉണ്ടാവും? 2 റിഡൻഡൻസ്. നമ്മൾ ഏതൊക്കെയാണ് റിഡൻഡൻ്റ് ആയി എടുക്കുന്നത്? നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഫിക്സഡ് സപ്പോർട്ടിന് അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് മറ്റേ അടുത്ത സപ്പോർട്ട് ഏതാണോ അതിലെ റിയാക്ഷൻസിനാണ് നമ്മൾ റിഡൻഡൻ്റ് ആയി എടുക്കേണ്ടത്. ഇവിടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആണ്, സോ അതിന് 2 റിഡൻഡൻസ് വേണം ചൂസ് ചെയ്യണം. നമ്മളിവിടെ ഉള്ള ഹിഞ്ച് സപ്പോർട്ട് കണ്ട, D എന്ന് പറയുന്ന സപ്പോർട്ട്, അതിൽ ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും നമ്മൾ എന്തായിട്ട് എടുക്കാം? ഹിഞ്ച് റിഡൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. VD = x1 ആൻഡ് HD = x2 ആസ് റിഡൻഡൻറ്റ്. Vertical reaction at D that is VD and horizontal reaction at D that is HD are taken as redundants. Okay, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചു, then ഇക്വാലൻറ്റ് ജോയിൻ ലോഡ്. അപ്പോൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ മെമ്പർ സെപ്പറേറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സും ഫിക്സഡ് ആൻഡ് റിയാക്ഷൻസും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്ക് ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ജോയിൻറ്റിലാണ്, ജോയിൻറ്റ് ബിയിലാണ് ലോഡ് ഉള്ളത്, 50 kN ഉള്ളത്. അപ്പോൾ അതിന് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ജോയിൻറ്റിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് ഇക്വാലൻറ്റ് ജോയിൻ ലോഡിൻ്റെ വീണ്ടും നമ്മൾ എപ്പോഴാണ് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആക്കുക? മെമ്പർ ഫോഴ്സിനാണ് നമ്മൾ ജോയിൻറ്റിലേക്കുള്ള ഫോഴ്സ് ആക്കിയിട്ട് മാറ്റേണ്ടത്. ഇത് ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ടത്, അതവിടെ വെച്ചേക്കുക. സോ വേറെ ലോഡ് എന്ന് പറയാനുള്ളത് നമ്മളെ മെമ്പർ BCയിൽ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ, മെമ്പർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ അതിനെ മാത്രം ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആക്കുക, ഫിക്സ്ഡ് ആൻഡ് മൊമെൻ്റ് ആക്കിയിട്ട് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർ BC, അതിലൊരു പോയിന്റ് ലോഡ് ഉണ്ട് 100 kN സെൻറ്ററിൽ. സോ അതിൻ്റെ മൊമെൻറ്റ് വരുന്നത് എന്തായിരിക്കും വരിക? ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് W L²/12 ആണ്. W × L²/12. W എന്ന് പറയുന്നത് 100, L എന്ന് പറയുന്നത് 6. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 kN കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും 75 kN കിട്ടും. ഇനി അതിൻ്റെ റിയാക്ഷൻ 100 പോയിന്റ് ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് 50 W/2 വെച്ചിട്ട് റിയാക്ഷൻ വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്. ഇനി അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ്. ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക, അതാണ് അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ഇതാണ് അതിൻ്റെ ഇത് വരിക, ഇക്വാലൻറ്റ് ജോയിൻ ലോഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ മൊമെൻറ്റിനെ ക്ലോക്ക് വൈസിൽ മാർക്ക് ചെയ്തു, അതുപോലെ ഇവിടെ ക്ലോക്ക് വൈസിലുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസിൽ മാർക്ക് ചെയ്തു. പിന്നെ 2 റിയാക്ഷനും അപ്പോഴാണ്, സോ 2 റിയാക്ഷൻ ഡൗൺവേർഡ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കിട്ടും. പിന്നെ എന്തുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം? നമ്മുടെ ജോയിൻറ്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ജോയിൻറ്റ് ബിയിലെ ലോഡ് എത്രയായിരുന്നു? 50 kN. ഇതിവിടെ 50 kN ആണ്, അവിടെ 0 എന്നാണ് തോന്നുന്നുള്ളത്. 0 അല്ല, 50 kN ആണ് ഈ ജോയിൻറ്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻറ്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 50 kN, അതുകൂടി കൺസിഡർ ചെയ്യണം.
ഓക്കെ, നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, 50 കിലോ ന്യൂട്ടൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? 50 കിലോ ന്യൂട്ടൺ ഓൾറെഡി ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. സോ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട. മെമ്പർ ഫോഴ്സിനാണ് നമ്മൾ ഈക്വലൻറ്റ് ജോയിൻറ്റിലോട് ആക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓൾറെഡി ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നതാണ്. സോ അത് അങ്ങനെ തന്നെ എടുക്കുക. വേറെ ഏതെങ്കിലും ഫോഴ്സ് ആ ജോയിൻറ്റിൽ വരുന്നുണ്ടെങ്കിൽ, ആ ഡയറക്ഷനിൽ വരുന്നുണ്ട്, അതുകൂടി ആഡ് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യണ്ടൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ 50 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സിന് അത് 0 അല്ല 50 ആണെന്ന് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻറ്റിലോട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? നമ്മൾ 2 ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ 2 ജോയിൻറ്റിൽ, അതായത് ജോയിൻറ്റ് ബി ആൻഡ് ജോയിൻറ്റ് സി, ജോയിൻറ്റ് ബിയിലെ സിയിലെ മൊമെൻറ്റിനെ നമ്മൾ അൺനോൺസ് ആയിട്ട് എടുക്കുക. ജോയിൻറ്റ് ബിയിലും സിയിലുള്ള മൊമെൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് ബിയിലെ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ 75 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ 75 കിലോ ന്യൂട്ടൺ മീറ്റർ, അതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണ്. സോ നമ്മൾ അവിടെ ക്ലോക്ക് വൈസിലെ മൊമെൻറ്റ് എന്താക്കിയിട്ട് എടുക്കുക? അനാലിസിസ് സ്ട്രക്ചറായിട്ട് എടുക്കുക. അതുപോലെ ജോയിൻറ്റ് സിയിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് 75 കിലോ ന്യൂട്ടൺ ഉള്ളത്, അതിനെ നമ്മൾ അനാലിസിസ് സ്ട്രക്ചറായിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു 50 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ജോയിൻറ്റ് ബിയിൽ. ലാറ്ററൽ ഫോഴ്സ്, ലാറ്ററൽ ഓർ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ജോയിൻറ്റ് ബിയിൽ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? ആ ലാറ്ററൽ ഫോഴ്സ് അല്ല ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് എന്താണ്, ഈ ഫ്രെയിമിന് സ്വേ ഉണ്ടാവും, ലാറ്ററൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഫിക്സഡ്, ഇവിടെ ഹിഞ്ചും ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ബി ഇങ്ങനെയുള്ളൊരു ഫ്രെയിമായിരുന്നു, ഇവിടെ ഹിഞ്ച്, ഇവിടെ ഫിക്സ്ഡ്, അങ്ങനെയായിരുന്നു ഫ്രെയിം. അപ്പോൾ ലാറ്ററൽ ഫോഴ്സ്, അതിന് ഇവിടെ ഒരു ലാറ്ററൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഇങ്ങനെ മൂവ് ചെയ്യും, അല്ലേ? അങ്ങനെ ലാറ്ററലി അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ലാറ്ററൽ മൂവ്മെൻറ്റ് അതിനുണ്ടാവും. ഓക്കെ, അപ്പോൾ ലാറ്ററൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ അങ്ങനെ ലാറ്ററൽ മൂവ്മെൻറ്റ് അല്ലെ സ്വയം വരുന്ന കേസിൽ നമ്മൾ അവിടെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൂടി നമ്മൾ എന്തായിട്ട് എടുക്കണം? റിഡൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, റിഡൻഡൻറ്റിൽ നമ്മൾ അൺനോൺ ആയിട്ട് കൺസിഡർ ചെയ്യണം അവിടെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൂടി. അപ്പോൾ നമ്മൾ അനാലിസിസ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിനെ കൂടി നമ്മൾ അൺനോൺസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരും? നമുക്കിവിടെ 3 R1 R2 R3 എന്ന് പറഞ്ഞാൽ 3 അൺനോൺസ് വരും. R1 എന്ന് പറയുന്നത് ആ ജോയിൻറ്റ് ബിയിലെ ഹൊറിസോണ്ടൽ ഫോഴ്സ്, R2 എന്ന് പറയുന്നത് ജോയിൻറ്റ് ബിയിലെ മൊമെൻറ്റ്, R3 എന്ന് പറയുന്നത് ജോയിൻറ്റ് സിയിലെ മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് വരുന്ന ഫോഴ്സ്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫോഴ്സ് വരും, 2 ജോയിൻറ്റിലെ മൊമെൻറ്റ് വരും. പിന്നെ സപ്പോർട്ട് ഡി എന്ന് പറയുന്നത് ഒരു ഹിഞ്ച് സപ്പോർട്ടാണ്. നമ്മൾ അവിടെയാണ് 2 റിഡൻഡൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. x1 ആൻഡ് x2 എന്ന് പറഞ്ഞാൽ അതുകൂടി വരക്കുക. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ കോർഡിനേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ നമ്മുടെ സ്ട്രക്ചർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, R1 R2 R3 ആൻഡ് x1 ആൻഡ് x2. ഇനി നമുക്കതിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എല്ലാം ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ അൺഅസംബിൾഡ് എന്താണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എഴുതിക്കോ. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളവിടെ നമ്മുടെ റിഡൻഡൻസിനും അതുപോലെ തന്നെ നമ്മുടെ അനാലിസിസ് സ്ട്രക്ചറിനകത്തുള്ള അൺനോൺസിന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റത്തെ അൺനോൺ എന്ന് പറയുന്നത് R1ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. ഓക്കെ, R1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഇപ്പോൾ R1 എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫിക്സഡ് സപ്പോർട്ടിൽ യൂണിറ്റ് റിയാക്ഷൻ ഉണ്ടാവും, ഫിക്സഡ് സപ്പോർട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ R1 ഈ ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ ഈ ഡയറക്ഷനിൽ എന്തുണ്ടാവും? യൂണിറ്റ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇവിടെ യൂണിറ്റ് ഫോഴ്സ് വന്നു. പിന്നെന്താണ്? ഈ R1 കൊണ്ട് ഫിക്സഡ് എൻഡിലൊരു മൊമെൻറ്റ് ഉണ്ടാവും. എന്താ? ഡിസ്റ്റൻസ് 3 ആണ്. സോ 1 × 3 ക്ലോക്ക് വൈസിലാണ് മൊമെൻറ്റ് വരിക. സോ എന്ത് വരും? ഫിക്സഡ് സപ്പോർട്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഫിക്സഡ് സപ്പോർട്ടിനകത്ത് 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സഡ് സപ്പോർട്ട് റിയാക്ഷനും മൊമെൻറ്റുമായി. ഇനി ഇതിനെ ഓരോ മെമ്പറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് ഓരോന്നിൻ്റെയും എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മെമ്പറിൽ എന്താ ഉണ്ടാവുക? സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടിൽ ഒരു 3 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ടാവും ലോഡ്. പിന്നെ എലിമെൻറ്റ് കോർഡിനേറ്റ് ആണ് വേണ്ടത്, അതിന് ഫോഴ്സാണ്, മൊമെൻ്റാണ് വേണ്ടത് നമുക്ക്, അതുണ്ടാവും. പിന്നെയോ ഈ ഒരു പെർട്ടിക്കുലർ ജോയിൻറ്റ് ബിയിൽ ഉണ്ടാവുമോ ഫോഴ്സ്, മൊമെൻറ്റ് ഉണ്ടാവുമോ, എലിമെൻറ്റ് കോർഡിനേറ്റ് ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ ഫോഴ്സിൻ്റെ ആ ഡയറക്ഷൻ 0 ആണ്, അപ്പോൾ അവിടെ ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ എല്ലാം 0 ആയിട്ട് വരും. ഓക്കെ, അവിടെയൊക്കെ 0. ഇനി
അടുത്തത് R2ന് യൂണിറ്റ് വാല്യൂ. R2 എന്ന് പറയുന്നത് ഈ ജോയിൻറ്റ് ബിയിലെ മൊമെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരാം, ജോയിൻറ്റ് ഫിക്സഡ് സപ്പോർട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൊമെൻറ്റ് വരും. സോ ഫിക്സഡ് സപ്പോർട്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് വരും. എന്തുകൊണ്ടാണ് ജോയിൻറ്റ് ബിയിൽ ക്ലോക്ക് വൈസിലാണ് മൊമെൻറ്റ് അപ്ലൈ ചെയ്തത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വരക്കുമ്പോൾ ആകെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഈ ഫിക്സഡ് സപ്പോർട്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും പിന്നെ ഇവിടെ ഈ ഫസ്റ്റത്തെ മെമ്പറിൽ ഇവിടെ ഒരു ക്ലോക്ക് വൈസിലൊരു മൊമെൻറ്റ് 1 ഉണ്ടാവും. ബാക്കി എല്ലാവരുടെയും എലിമെൻറ്റ് കോർഡിനേറ്റിൻ്റെ വാല്യൂ 0 ആവും. ഓക്കെ, ഇനി അടുത്തത് R3 ഈക്വൽ 0. R3 എന്ന് പറയുന്നത് ഇവിടെയുള്ള മൊമെൻറ്റാണ് 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ ഫിക്സഡ് സപ്പോർട്ടിൽ R3 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഫിക്സഡ് സപ്പോർട്ടിലൊരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഉണ്ടാവും. 1 കിലോന്യൂട്ടൺ മീറ്റർ ഫിക്സഡ് സപ്പോർട്ടിൽ വരും. പിന്നെയോ ആ ഫിക്സഡ് സപ്പോർട്ടിൽ 1 കിലോന്യൂട്ടൺ മീറ്റർ വന്നു. പിന്നെന്താ ഉണ്ടാവുക, പിന്നെ ഇവിടെ നമ്മളിവിടെ R3 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത മൂവ്മെൻറ്റ് തന്നെ. പിന്നെ ഈ മെമ്പറിൽ നമുക്ക് 0 ആക്കണം. ആ മെമ്പറിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ ആ മെമ്പറിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലോക്ക് വൈസിൽ 1 വരും. സോ ഇവിടെ ക്ലോക്ക് വൈസിൽ 1 വന്നിട്ട് ആ ഈ ജോയിൻറ്റിൽ 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വരിക, അവിടെ ഒരു ഇവിടെ എന്ത് വരും, ആൻറ്റി ക്ലോക്ക് വൈസിൽ 1 വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അപ്പോൾ നമുക്ക് BR മെട്രിക്സ് കിട്ടും. BR മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, BR മെട്രിക്സ് BR എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റത്ത് R1 ഈക്വൽ ടു 1. R1ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. R1ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, -3 വരും, 0 0 0 0 0. ഓക്കെ, ഇനി R2 ഈക്വൽ ടു 1. R2ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ -1 1, ബാക്കിയെല്ലാം 0 0 0 0. ഇനി R3ക്കാണെങ്കിൽ -1 1 -1 അല്ല, ഇവിടെ 1 ആണ്, ഇവിടെ +1 വരും, -1 +1 1 0 0 -1 0 0. ഇതാണ് വരിക BR മെട്രിക്സ്. ഇനി നമ്മൾ BX മെട്രിക്സ് കണ്ടുപിടിക്കണം. BX മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ x1 x2ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. x1 എന്ന് പറയുന്നത് ഹിഞ്ച് സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷൻ. അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഈ ഒരു ഹിഞ്ച് സപ്പോർട്ടിൽ ഡൗൺവേർഡ് റിയാക്ഷൻ വരും 1 കിലോമീറ്റർ. പിന്നെയോ എന്താ മൊമെൻറ്റ് വരിക, ആ 1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എത്രയാണ് 6. അപ്പോൾ എന്താ വരിക, ഇങ്ങനെ 6 കിലോമീറ്റർ മൊമെൻറ്റ് വരും. സോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇത് ഏത് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസിൽ. സോ ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ ക്ലോക്ക് വൈസിൽ ഒരു 6 കിലോമീറ്റർ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അത് അങ്ങനെയാണ് ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ ഡൗൺവേർഡ് ഫോഴ്സും ഒരു ക്ലോക്ക് വൈസിൽ 6 കിലോമീറ്റർ മൊമെൻറ്റും വന്നത്. ഓക്കെ, ഇനി അതിന് സെപ്പറേറ്റ് ചെയ്ത് വരക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് വരും, ഇവിടെ ഒരു 6 കിലോമീറ്റർ മൊമെൻറ്റ് വരും. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു മെമ്പറിൽ മൊമെൻറ്റ് വേണ്ടത്. അപ്പോൾ ഇവിടെ 6 കിലോമീറ്റർ വന്നു. ഇനി ഇവിടെയുള്ള മൊമെൻറ്റ് 0, ഇവിടെയുള്ള മൊമെൻറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള മൊമെൻറ്റും 0 തന്നെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള മൊമെൻറ്റ് എടുക്കണം. അവിടെയുള്ള മൊമെൻറ്റ് പറയുമ്പോൾ ഈ 1 ഇൻറ്റു ആ ഡിസ്റ്റൻസ്, അത് എത്ര വരിക, 1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 6 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 6 ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ. സോ ഇവിടെ ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ക്ലോക്ക് വൈസിൽ 6 വന്നിരിക്കുന്നത്. ഇനി ഈ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 6 അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് x1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ് എന്തൊക്കെയാണ്, ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇവിടെ ഒക്കെ 0 0 0. ഓക്കെ, ഇനി x2ന് യൂണിറ്റ് വാല്യൂ, x2 ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും ഫിക്സഡ് സപ്പോർട്ടിൽ. അതുപോലെ എല്ലാ മെമ്പറിലും ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. അതൊന്ന് നോക്കുക എങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ മൊമെൻറ്റ് എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പം ഇവിടെ 1 ഇൻറ്റു ആ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇവിടെ 0 വരും, ഈ എൻഡിൽ 0 വരും. ഇനി ഇവിടെയോ 1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 3, ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. സോ ഇവിടെ എന്ത് വരും, ആൻറ്റി ക്ലോക്ക് വൈസിൽ 1 ഡെവലപ്പ് ചെയ്യും. അവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 കിലോമീറ്റർ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്താണ്, ഈ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വരും, ഇവിടെ 3 ആൻറ്റി ക്ലോക്ക് വൈസ് വന്നു. സോ ജോയിൻറ്റ് 0 ആക്കാൻ ഇവിടെ 3 ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ 3 ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ ഒരു 1 ഉള്ളത് കൊണ്ട് ഈ ഒരു ജോയിൻറ്റിൽ എന്താ വരിക, ഇവിടെ ഇങ്ങനെ മൊമെൻറ്റ് ഉണ്ടാകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. സോ അവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇവിടെ ക്ലോക്ക് വൈസിൽ 3 വന്നു. ഓക്കെ, ദെൻ ആ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ
x2ന് നമ്മൾ യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ വരുന്നത് ഇവിടെ 0 വരും, ദെൻ ഇവിടെ ക്ലോക്ക് വൈസിൽ 3 വരും, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് 3 -3, ഇവിടെ +3, ദെൻ -3, ദെൻ 0. ഓക്കെ, അതാണ് നമ്മളെ ബി എക്സ് മെട്രിക്സ്. അപ്പോൾ ബി എക്സ് മെട്രിക്സും ബി ആർ മെട്രിക്സുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബി ആർ മെട്രിക്സ്, ദെൻ ഇതാണ് ബി എക്സ് മെട്രിക്സ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ബി എക്സ് മെട്രിക്സും ബി ആർ മെട്രിക്സും സെപ്പറേറ്റ് എടുത്ത് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി എഫ് മെട്രിക്സ് കണ്ടുപിടിക്കണം. ഇവിടെ 3 എലിമെൻറ്റ്സ് ആണുള്ളത്. സോ എഫ് മെട്രിക്സിൻ്റെ അകത്ത് 3 എലിമെൻറ്റ്സ് ആയതുകൊണ്ട് ഓരോ എലിമെൻറ്റിനും 2 എണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പം 6/6 ആയിരിക്കും എഫ് മെട്രിക്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മെട്രിക്സ് എഫ് എ, എഫ് ബി, എഫ് സി നമ്മൾ ഡയഗണലായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എ മെട്രിക്സ് കിട്ടും, എഫ് മെട്രിക്സ് കിട്ടും. സോ ആദ്യം എഫ് എ കണ്ടുപിടിക്കണം. എഫ് എ എന്ന് പറയുന്നത് ആദ്യത്തെ എലിമെൻറ്റിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഇക്വേഷൻ എന്താണ്? L/6EI 2 - 1 - 1 2. L എന്ന് പറയുന്നത് 3 ആണ്. സോ എന്ത് വരും? 3/6EI 2 - 1 - 1 2. അപ്പം എന്ത് വരും? 1/2i 2 - 1 - 1 2 വരും. ഇനി എഫ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആണ്. സോ 6/6 ഇൻറ്റു അതിൻ്റെ ഐ ശ്രദ്ധിക്കുക, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മെമ്പറിന് ഐ എന്ന് പറയുന്നത് 2i ആണ്. അപ്പോൾ 6/6EI ഇൻറ്റു 2i 2 - 1 - 1 2. അപ്പോൾ എന്താണ് വരുന്നത്? 1/2i 2 - 1 - 1 2 വരും. ഓക്കെ, എഫ് എയും എഫ് സിയും സെയിം ലെങ്ത്താണ്, സെയിം മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, ഐയും ആണ്. സോ എഫ് എയും എഫ് സിയും ഈക്വൽ ആയിരിക്കും. എഫ് ബിൻ്റെ വാല്യൂ കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു 1/2i 2 - 1 0 0 0 ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് എഫ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് മെട്രിക്സ് ആണ് അസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടി. നമുക്ക് എഫ് എക്സ് എക്സ് മെട്രിക്സ്, എഫ് എക്സ് ആർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എക്സ് എക്സ് എന്ന് വെച്ചാൽ ബി എക്സ് ട്രാൻസ്പോസ് എഫ് ഇൻറ്റു ബി എക്സ്. ബി എക്സും അറിയാം, എഫും അറിയാം. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എക്സ് എക്സ് മെട്രിക്സ് കിട്ടുന്നത് 1/2i 2ei 288 -108 -108 90. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. ഞാനത് വീണ്ടും വീണ്ടും പറയുന്നില്ല. ദെൻ എഫ് എക്സ് ആർ കണ്ടുപിടിക്കാം. അതിനുശേഷം എഫ് എക്സ് മെട്രിക്സ് എന്ന് പറയുന്നതാണ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനുകൊണ്ട് മറ്റു നിങ്ങൾ കാൽക്കുലേറ്റർ ഡയറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻവേഴ്സിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് മെട്രിക്സ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആണ് കിട്ടുന്നത്. അത് എന്താണ്? എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ ആണ് ഇക്വേഷൻ സോൾവ് ചെയ്ത്. ആർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, R1 R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻറ്റ് ജോയിൻ ലോഡിൻ്റെ വാല്യൂ. R1ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരുന്നു ക്വസ്റ്റ്യനകത്ത്? നമ്മൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡിനകത്ത് കിട്ടിയത് R1 കറസ്പോണ്ടിങ് ആയിട്ട് 50. സോ മെട്രിക്സ് ആർ ഈക്വൽ ടു എന്താ വരുന്നത്? 50. ദെൻ R2ന് കറസ്പോണ്ടിങ് ആയിട്ട് 75. ദെൻ R3 കറസ്പോണ്ടിങ് ആയിട്ട് 75. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ് ആർ വരുന്നത്. 50 75 75. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് കിട്ടുന്നത് ഇതാണ്. 15.34 28.41 ആണ് കിട്ടുക എക്സ് മെട്രിക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എം മെട്രിക്സ് ആണ്, ക്യൂ മെട്രിക്സ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ബി എക്സ് എക്സ് ഇൻറ്റു ബി എക്സ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ. ഓക്കെ, ബി എക്സ് മെട്രിക്സ് ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവർ ചെയ്ത പോലെ ചെയ്യണം. ഓൾറെഡി കഴിഞ്ഞതിൽ പറഞ്ഞാണ് ബി മെട്രിക്സ്, അതായത് ബി ആറും ബി എക്സും ബി എക്സിൻ്റെ മെട്രിക്സ് ഏതാണ്? മെട്രിക്സ് ബി അല്ലേ? മെട്രിക്സ് ബി ഇൻറ്റു എന്ത് ചെയ്യാം? ആർ എക്സ് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്യൂ ഇസ് ഈക്വൽ ടു ഇത് ബി മെട്രിക്സ് ആണ്, ഇത് ബി മെട്രിക്സ് ആണ്, ഇത് ആറും എക്സിൻ്റെ വാല്യൂ കോളംസ് ആയിട്ട് എഴുതിയ മെട്രിക്സ്. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഇതാണ് കിട്ടുന്ന വാല്യൂ, അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആറും ചെയ്ത് നോക്കാം. അതിനുശേഷം എം മെട്രിക്സ് ആണ്. എം എന്ന് പറയുന്നത് എന്താണ്? ക്യൂ പ്ലസ് എഫ് എം ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്. ഫസ്റ്റത്തെ മെമ്പറിൽ ലോഡൊന്നുമില്ല, സോ 0 0. സെക്കൻഡ് മെമ്പറിൽ -75 + 75, തേർഡിലത്ത് 0 0 വരും. സോ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സും കിട്ടി. ഇനി
നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എന്ന് പറയുമ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് വരക്കുക, ഫിക്സ്ഡ് ബെൻഡിങ് മൊമെൻ്റ് വരക്കുക. ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളും കഴിഞ്ഞ പ്രോബ്ലത്തിലും എല്ലാം പറഞ്ഞാണ്, നിങ്ങൾ ചെയ്ത് നോക്കാറ്. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അനലൈസ് ദ ഫ്രെയിം. നമ്മളൊരു ഈക്വൽ ലെങ്ത്തുള്ള ഫ്രെയിമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഒരു അൺഈക്വൽ ലെങ്ത്തുള്ള ഫ്രെയിമിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അൺഈക്വൽ ലെങ്ത് ഫ്രെയിം എന്ന് പറയുന്നത് എ ബിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആണ്. സി ഡിൻ്റെ ലെങ്ത് ആണെങ്കിൽ 3 മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സി ഡി 3ഉം എ ബി 6 മീറ്ററിലും. എ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ ഒരു 60 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ഉണ്ട്. ബി സിയിൽ ഒരു 20 കിലോ ന്യൂട്ടൺ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് സപ്പോർട്ടാണ് സപ്പോർട്ട് എ. സപ്പോർട്ട് ഡി എന്ന് പറയുന്നത് ഒരു ഹിഞ്ച് സപ്പോർട്ടുമാണ്. ഓക്കെ, അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റത്തെ സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി കണ്ടുപിടിക്കുക. സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ R - 3. R എന്ന് പറയുന്നത് ഫിക്സഡിന് 3ഉം ഹിഞ്ചിന് 2ഉം. അപ്പോൾ 3 - 5 - 3 + 2 5 5 - 3 2 വരും. സ്റ്റാറ്റിക്കലി ഇൻഡിപെൻഡൻസ് സെക്കൻഡ് ഡിഗ്രി ആണ്. സോ 2 റിഡൻഡൻറ്റ് ചൂസ് ചെയ്യണം. എവിടെയൊക്കെ നമ്മൾ റിഡൻഡൻറ്റ് എടുക്കേണ്ടത്, നമ്മൾ സപ്പോർട്ട് ഡിയിലെ ഹിഞ്ച് സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷനും നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. അതായത് വി ഡി ആൻഡ് എച്ച് ഡിനെ നമ്മൾ x1 ആൻഡ് x2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ x1 എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷനും x2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക. ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാം. ഓൾറെഡി കുറേ പറഞ്ഞതാണ്. ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ച് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കിട്ടും. അപ്പോൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് വരുന്നത് ഇതാണ്. ഇക്വലൻറ്റ് ജോയിൻ ലോഡ് വരുന്നത് ഇതാണ്. ഇക്വലൻറ്റ് ജോയിൻ ലോഡ് വരുന്നത് ഇനി ഇക്വലൻറ്റ് ജോയിൻ ലോഡിന് അനാലിസിസ് സ്ട്രക്ചർ. അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ വേണം, രണ്ട് ജോയിൻറ്റ് ബിയിലെയും സിയിലെയും മൊമെൻറ്റ് എന്തായാലും എടുക്കണം. അതുപോലെ തന്നെ ഇത് അൺഈക്വൽ ലെങ്ത് ആയതുകൊണ്ട് തന്നെ അതിന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, സ്വേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷനെ കൂടെ നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യണം. സോ എന്തൊക്കെ വരും, R1 വരും, R2 വരും, R3 വരും. പിന്നെ ഇവിടെയുള്ള രണ്ട് റിഡൻഡൻറ്റ് x1 ആൻഡ് x2 നമ്മൾ റിഡൻഡൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് R1 R2 R3 കിട്ടി. അവിടെ തന്നെ നിങ്ങൾ ക്യാപിറ്റൽ R മെട്രിക്സ് എഴുതി വെച്ചോ. ടച്ച് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ R എന്ന് പറയുമ്പോൾ ഈ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്, 30. R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 15. R3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 16. ഓക്കെ, അപ്പോൾ ഇതാണ് R മെട്രിക്സ്. ഇനി അടുത്തത് BFXX മെട്രിക്സും ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം R1 യൂണിറ്റ് വാല്യൂ കൊടുക്കുക. R1 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. സോ ഫിക്സഡ് സപ്പോർട്ടിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ വരും. പിന്നെ അവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ ഒരു മൊമെൻറ്റും വരും. ബാക്കിയെല്ലാം 0. അപ്പോൾ ഇവിടെ വരുന്നത് വാല്യൂ വരുന്നത് എന്താണ്, ഫസ്റ്റത്തെ കേസിൽ വാല്യൂ വരിക ഫിക്സഡ് സപ്പോർട്ടിൽ -6 0 0 0 0 0 വരും. ഓക്കെ, ഇതാണ് വരിക. ഇനി സെക്കൻഡ് കേസ് ആണെങ്കിൽ ഇവിടെ ഒരു മൊമെൻ്റ് ആണ്. സോ ഫിക്സഡ് സപ്പോർട്ടിൽ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫിക്സഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആദ്യത്തെ -1, ഫിക്സഡിൽ 1, ബാക്കിയൊക്കെ 0 0 0 0, ബാക്കി എല്ലാ മൊമെൻറ്റും എലിമെൻറ്റ് കോർഡിനേറ്റ് 0. ഇനി R3 എന്ന് പറയുന്നത് ഇവിടെയാണ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് വാല്യൂ. അപ്പോൾ അവിടെ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഫിക്സഡ് സപ്പോർട്ടിൽ ഇവിടെ അതിവിടെ നോക്കാം. അപ്പോൾ R3ക്ക് യൂണിറ്റ് വാല്യൂ, R3 ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. സോ ഫിക്സഡ് സപ്പോർട്ടിൽ ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് വരും. ഓക്കെ, ഫിക്സഡ് സപ്പോർട്ടിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരും. പിന്നെ ഈ മെമ്പറിൽ മൊമെൻറ്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ വരും. ഓക്കെ, ദെൻ ഈ ജോയിനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വരും, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരും. അപ്പോൾ എന്താണ് വരുന്നത്, അതിൻ്റെ വാല്യൂ വരുന്നത്, ഇതിൻ്റെ വരുന്നത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ +1, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ -1, ഇവിടെ ക്ലോക്ക് വൈസിൽ +1, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ -1, ദെൻ 0 0. അപ്പോൾ ഇതാണ് R3 = 3 ആണെങ്കിലുള്ള മെട്രിക്സ്. അപ്പോൾ നമ്മൾ BR മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് അങ്ങനെയായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് BR മെട്രിക്സ്. ഓക്കെ, അതൊന്ന് നോക്കും. BR മെട്രിക്സ്. ഇനി BX മെട്രിക്സ്. BX ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സിനും വെർട്ടിക്കൽ ഫോഴ്സിനും കൊടുക്കുക. ആദ്യം വെർട്ടിക്കലിന് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂസ് വരുന്നത് ഇവിടെ 6 വരും. എലിമെൻറ്റ് കോർഡിനേറ്റ് ഇവിടെ 6. ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്മൾ x1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തത്. സോ ഫിക്സഡ് സപ്പോർട്ടിൽ 1 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 6 ആണ്. 1 × 6 ക്ലോക്ക് വൈസ് ആകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഫിക്സഡ് സപ്പോർട്ടിൽ ക്ലോക്ക് വൈസിൽ 6 വരും. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, ഇവിടെ എന്താ വരും, ഇവിടെ 1 ഉണ്ട്, ഈ ഡിസ്റ്റൻസ് 6 ആണ് അല്ലേ. അപ്പോൾ 1 × 6 ഏതാ മൊമെൻറ്റ്, 1 × 6 ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇവിടെ ക്ലോക്ക് വൈസിൽ 6 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ
6, ഇവിടെയും ക്ലോക്ക് വൈസിൽ 6. പിന്നെ ഈ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 6. അപ്പോൾ അതിൻ്റെ കേസിൽ വരുന്നത് മെട്രിക്സ് വരുന്നത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ +6, ദെൻ ഇവിടെ -6, ദെൻ ഇവിടെ +6, ബാക്കി 3 0 0 0 വരും. ഓക്കെ. ഇനി x2 = 1. x2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ അൺഈക്വൽ ലെങ്ത് കുറഞ്ഞ മെമ്പറിലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഈ ഫിക്സഡ് ഉണ്ടല്ലോ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് വരും. ഞാൻ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൊണ്ട് ഈ ഫിക്സഡ് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് സംഭവം. ഈ ലെങ്ത് 3 ആണ്, ഇത് ടോട്ടൽ 6 ആണ്. ഇവിടെയാണ് 1 അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഫിക്സഡ് സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ അതിനെ കൊണ്ട് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ കൊണ്ട് ഈ ഫിക്സഡ് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫിക്സഡ് സപ്പോർട്ടിലേക്ക്, ആൻറ്റി ക്ലോക്ക് വൈസിൽ അല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ ഫിക്സഡ് സപ്പോർട്ടിൽ എന്താ ഡെവലപ്പ് ചെയ്യുക? ഫിക്സഡ് സപ്പോർട്ടിൽ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും ഫിക്സഡ് സപ്പോർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരുന്നത് കൊണ്ട് ഫിക്സഡ് സപ്പോർട്ടിൽ ഒരു ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. എത്ര വാല്യൂ വരുന്നത്? ഈ റിയാക്ഷൻ ഇൻറ്റു, അതായത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ 1, ഇത് 3 മീറ്ററും ഇത് 6 മീറ്ററും. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും ഉണ്ടാവുക? 3 മീറ്റർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഇത് 1 × 3 ഏത് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇവിടെ ഫിക്സഡ് സപ്പോർട്ടിൽ എന്തുണ്ടാവും? ഇത് 3 മീറ്റർ ആണ്. ഫിക്സഡ് സപ്പോർട്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 വരും. 3 ആണ് വാല്യൂ വരും. എന്തുകൊണ്ടാണ്? ഈ ലെങ്ത്ത്, ഈ ഫോഴ്സിൻ്റെ അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലേ, അവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് അല്ലേ വരിക. ഇത് 3 ആണെങ്കിൽ ബാക്കിയുള്ള ലെങ്ത്ത് അല്ലേ വരിക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അവിടെ 3 വരുന്നത് കേട്ടോ. ഇവിടെ ഇത് ഇങ്ങനെ ഈ മൊമെൻറ്റ് ഇൻറ്റു ഈ ഫോഴ്സിൻ്റെ ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3. സോ 3 വരും. 3 എന്ന് പറയുന്ന ഡയറക്ഷൻ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ 3 kN വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ ഒരു 3 kN വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ഈ ഒരു ബീം കൺസിഡർ ചെയ്യുക, കോളം കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ കോളത്തിനകത്ത് ഇവിടെ 1 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? 1 × 3 ക്ലോക്ക് വൈസ് ആണ്. സോ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 ഡെവലപ്പ് ചെയ്യും. പിന്നെ ഈ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ 3 ഡെവലപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നത് പിന്നെ ഇവിടെ മെമ്പറിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 0. ദെൻ ഈ ജോയിനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ 0. ഓക്കെ, 3 വരും. ഓക്കെ. അപ്പോൾ x2ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന BX മെട്രിക്സിൽ x2 = 1 ആണെങ്കിൽ ഈ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ് വരിക? ഇവിടെ ക്ലോക്ക് വൈസിൽ 3, അപ്പോൾ +3. ദെൻ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ -3. ദെൻ ഇവിടെ ക്ലോക്ക് വൈസിൽ ഇവിടെ വരുന്നത് ക്ലോക്ക് വൈസിൽ 3 ആണ് വരിക. നിങ്ങൾ ഇതിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് x2ൻ്റെ ഡയറക്ഷൻ നോക്കാം. അതുകൊണ്ട് ഫിക്സ്ഡ് എൻഡിൽ ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സും വന്നു. അതുകൊണ്ട് ഇവിടെ ഒരു മൊമെൻറ്റ് ഇതുകൊണ്ട് ക്ലോക്ക് വൈസ് ഉണ്ടാവും, ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടാവും. സോ അവിടെ ഉണ്ടാകുന്നത് ക്ലോക്ക് വൈസിൽ ഡിസ്റ്റൻസ് 3 ആണ്. 3 kN മീറ്റർ മൊമെൻറ്റും വന്നു. ഓക്കെ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ യൂണിറ്റ് വാല്യൂ 1 അപ്ലൈ ചെയ്തപ്പോൾ ഫിക്സ്ഡ് എൻഡിലൊരു യൂണിറ്റ് വാല്യൂ വന്നു. ഫിക്സ്ഡ് എൻഡിലുണ്ടായ മൊമെൻറ്റ് 1നെ കൊണ്ട് 1 × 3 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇവിടെ ക്ലോക്ക് വൈസിൽ 3 വന്നു. ഓക്കെ. ഇനി നമ്മൾ അപ്പോൾ അവിടെ ഫിക്സ്ഡ് എൻഡിൽ ക്ലോക്ക് വൈസിൽ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ 3 വരക്കുക. അപ്പം ഈ ഫിക്സ്ഡ് എൻഡിലൊരു ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു 1 വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ടിൽ എത്ര വരും? ഈ ഒരു പോയിന്റിലെ എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആ ഡിസ്റ്റൻസ് 3 ആണ്. 1 × 3 ആൻറ്റി ക്ലോക്ക് വൈസിൽ. സോ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 വരും. ദെൻ ഈ ജംഗ്ഷനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ 3 അപ്ലൈ ചെയ്യാം. ഓക്കെ. ആ ജംഗ്ഷനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ലോക്ക് വൈസിൽ 3 അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അവിടെ ക്ലോക്ക് വൈസിൽ 3 ആയതുകൊണ്ട് ഈ മെമ്പറിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 അപ്ലൈ ചെയ്യാം. ദെൻ ഈ ജംഗ്ഷനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസിൽ 3 അപ്ലൈ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ മെമ്പറിൽ ആദ്യത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് ക്ലോക്ക് വൈസിലാണ്, സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റും ക്ലോക്ക് വൈസിലാണ്. അതും ഇതിൻ്റെ വാല്യൂ +3 ആണ്, ഇതിൻ്റെ വാല്യൂ +3 ആണ്. അതാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബി എക്സ് മെട്രിക്സിനകത്ത് നമ്മൾ x2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എങ്ങനെ കിട്ടുക? ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 3 വരും. അതായത് ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 3 വരും, ഇവിടെയും ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 3 വരും, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് -3, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 3, ദെൻ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് -3, ദെൻ 0. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ബി എക്സ് മെട്രിക്സിൻ്റെ എലിമെൻറ്റ് ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ +3 +3 -3 +3 -3. അല്ലാതെ നമുക്ക് എപ്പോഴും നമുക്ക് ആക്ച്വലി വരുന്നത് ഒരു മെമ്പറിൽ ആൻറ്റി ക്ലോക്ക് ആ മെമ്പറിൻ്റെ 2 എൻഡിൽ. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇതിൻ്റെ കേസിൽ അൺഈക്വൽ ലെങ്ത് ആയതുകൊണ്ട് എന്താണ് വരുന്നത്? ഇവിടെയും അതായത് ഈ ഒരു കോളത്തിൻ്റെ കേസിൽ അൺഈക്വൽ ലെങ്ത് ഉള്ള കോളത്തിൻ്റെ കേസിൽ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇവിടെയും ക്ലോക്ക് വൈസ് തന്നെ ഡയറക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. ഓക്കെ, അത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. നമ്മൾ എഫ് എക്സ് എക്സും ബി എക്സ് മെട്രിക്സും ബി ആറും കിട്ടി. ദെൻ നമ്മൾ എഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കുക, എഫ് ബി കണ്ടുപിടിക്കുക, എഫ് സി കണ്ടുപിടിക്കുക, ദെൻ എഫ് മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുക. അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനകത്ത് ഇവിടെ എലിമെൻറ്റ്സ് എന്തോ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളത് കറക്റ്റ് നോക്കി ചെയ്ത് കേട്ടോ. ഇതും എന്തോ പ്രശ്നം വരും, എലിമെൻറ്റ്സ് ചെയ്തിട്ടില്ലെന്ന് കറക്റ്റ് നോക്കി ചെയ്ത്. 2 - 1 -1 1 2 അത് തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെ ഇടുക. 2 വരുന്നത് 2 - 1 -1 2 എന്ന് തന്നെയാണ് വാല്യൂ വരുന്നത്. ഓക്കെ, എന്നിട്ട് ബി എഫ് എക്സ് എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് എക്സ് മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് ഇതാണ്. ദെൻ എഫ് എക്സ് ആർ മെട്രിക്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സ് മെട്രിക്സ് കിട്ടുന്നത് നമുക്ക് 6.428 24.286 ആണ്. ദെൻ ക്യൂ കണ്ടുപിടിക്കുക. ക്യൂ മെട്രിക്സിൻ്റെ വാല്യൂ ഇതാണ്. അതിനുശേഷം എം കണ്ടുപിടിക്കുക. ക്യൂ പ്ലസ് എഫ് ഇ എം കണ്ടുപിടിച്ചാൽ എം മെട്രിക്സ് കിട്ടും. ദെൻ അതിൻ്റെ ഫിക്സ്ഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രെയിമിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രെയിമിൻ്റെ ഒരുവിധം പ്രോബ്ലംസ് 4 പ്രോബ്ലം നമ്മൾ ചെയ്തു. ബാക്കി 2-3 പ്രോബ്ലം കൂടി ഞാൻ ഹോംവർക്ക് കൂടി തരാം. അപ്പോൾ ഫ്രെയിമിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ അനാലിസിസാണ് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് കാണുക. സെയിം മെത്തേഡാണ്, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും മനസ്സിലാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, വീഡിയോ വൃത്തിയായിട്ട് കണ്ടിട്ട് അതിനുശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് തെറ്റ് പറ്റുന്നതെന്ന് മനസ്സിലാവും. x1 x2 എല്ലാം എടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ഡയറക്ഷൻ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാം.